السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സ്വർഗത്തിന്റെ അനുഭൂതികളെ പറ്റിയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ എന്ന ആയത്തുകൾ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തു വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുടനെ ഉള്ള ആയത്തിലായി സ്വർഗത്തിന്റെ പരിപൂർത്തീകരണം ഇണകളെ കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ, ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവിടെ അവർക്ക് എന്തുണ്ട്? പഴവർഗ്ഗങ്ങളുണ്ട്. മാ യദ്ദഊൻ, അവർ ചോദിക്കുന്നതനുസരിച്ച്, തേടുന്നതനുസരിച്ച്, ആഗ്രഹിക്കുന്നതനുസരിച്ച് അവർക്ക് അവരടുക്കലേക്ക് ആ ഭക്ഷണ സാധനം, ആ പഴവർഗ്ഗങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് അവിടെ പറഞ്ഞത്. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചയക്കുമ്പോ അങ്ങും അങ്ങയുടെ ഇണയും സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞിട്ട് തൊട്ടുടനെ ആയിട്ട് അല്ലാഹു തആല പറഞ്ഞത് വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ എന്ന, നിങ്ങൾ നിങ്ങളുടെ ഇണകളോടൊപ്പം സ്വർഗത്തിൽ പോയി ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്ന് അല്ലാഹു തആല അവിടെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ ഇണകളുടെ കാര്യം പറഞ്ഞിട്ട് സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറഞ്ഞതും ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ എന്നാണ്. കണ്ടോ? ഈ ശരിക്കും ഈ എന്തിനാണ് അല്ലാഹു തആല പഴവർഗ്ഗങ്ങളെ പറഞ്ഞത്? അല്ലാഹു തആല പഴവർഗ്ഗങ്ങളെ പറഞ്ഞത് എന്തിനാണ്? ശരിക്കും ഈ പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുന്നത് ആസ്വാദനത്തിന്, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, ആസ്വദിച്ച് കഴിക്കുന്നൊരു ഫലമാണ് പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. വിശന്നിരുന്ന് നമ്മൾ സാധാരണയായി വിശപ്പടക്കാൻ കഴിക്കുന്നത് മറ്റ് ധാന്യ വസ്തുക്കളാണ്. എങ്കിലോ പഴവർഗ്ഗങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ വിശപ്പൊക്കെ മാറിയിരുന്നാൽ തന്നെയും നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു പഴമാണ് പഴങ്ങൾ. ആസ്വദിച്ച് കഴിക്കുന്നത് പഴങ്ങളാണ്. അപ്പൊ ശരിക്കും ഈ ആയത്തിലൂടെ വിളിച്ചോതുന്നത് സ്വർഗത്തിൽ വെച്ച് വിശപ്പടക്കാനല്ല ഭക്ഷണം കഴിക്കുന്നത്. വിശപ്പുണ്ടാകില്ല, സ്വർഗത്തിൽ വിശപ്പുണ്ടാകില്ല. ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമാണ് മനസ്സിലുണ്ടാകുള്ളൂ. ഓരോ വ്യത്യസ്തമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള, പഴവർഗ്ഗങ്ങൾ കഴിക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പോ സ്വർഗത്തിൽ ഭക്ഷണങ്ങളുടെ മേൽ ആഗ്രഹങ്ങൾ മാത്രമാണ്, വിശപ്പുണ്ടാകില്ല എന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വർഗമായതുകൊണ്ടാണ് ഫലവർഗ്ഗങ്ങളെ അല്ലാഹു തആല അവിടെ പ്രതിപാദിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ അല്ലാഹു തആല അക്രമീനാണ്, മാന്യന്മാരിൽ എങ്ങേയറ്റത്തെ മാന്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ വെച്ച് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ്. മഹാനായ ബുഖാരി ഇമാം ഉദ്ധരിക്കുന്ന ഒരൊറ്റ ഹദീസ് മതി നമുക്ക് ഈ സ്വർഗത്തിന്റെ അനുഭൂതികൾ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സ്വർഗത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഅദത്തു ലിഇബാദി സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
ഞാൻ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തിനെ? മാ ലാ ഐനുൻ റഅത്ത്, ഇന്നേ വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു സ്വർഗം. വലാ ഉദുനുൻ സമിഅത്ത്, ഇന്നേ വരെ ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു കേന്ദ്രം. അതുപോലെ തന്നെ വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത അങ്ങനെ ഒരു സങ്കല്പം ഒരു മനുഷ്യരും മനസ്സിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ സംഭവമാണ് സ്വർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആര് പറഞ്ഞതായി? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി. ഖുദ്സിയായ ഹദീസാണ്. ഇങ്ങനെ സ്വർഗത്തിന്റെ വർണ്ണനകൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒക്കെ ഇങ്ങനെ ഉദ്ധരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ കൊണ്ട് ചിന്തിച്ചു തീർക്കാൻ സാധിക്കുന്നതല്ല സ്വർഗമെന്ന് പറയുന്നത്. അല്ലാഹു തആല ആ സ്വർഗീയ അവകാശികൾ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.